ഹലോ, അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ റൈസൻസ് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആപ്പിൾ തൊലിയോട് കൂടി തന്നെ അതിൻ്റെ കുരു കളഞ്ഞ് എടുത്ത് ചെറിയ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റൈസൻസ് എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരിങ്ങയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഉണക്കമുന്തിരിയുടെ വലിപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അതിനെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ ഉണക്കമുന്തിരി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഷേക്ക് അടിക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുന്നെയെങ്കിലും ഈ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കുതിർത്തെടുത്ത ഉണക്കമുന്തിരിയാണ് 2 കഷ്ണമായിട്ട് മുറിച്ചിവിടെ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ടേസ്റ്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ആപ്പിൾ കൂടുതലെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണക്കമുന്തിരിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ആപ്പിളിനേക്കാൾ ഒരു പകുതിയോളം ഉണക്കമുന്തിരി കൂടുതൽ എടുക്കണം, ആ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് വേണം, പിന്നെ 1 കപ്പ് പാൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആപ്പിളും ഉണക്കമുന്തിരിയും കൂടി നമ്മൾ ജാറിലിട്ട് അടിച്ചെടുക്കണം. ആ ജാറിലേക്ക് ആദ്യം ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ വളരെ കുറച്ച് നേരം അടിച്ചാൽ മതിയാവും. പിന്നെ തൊലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അരിഞ്ഞ് വന്നോളും. പിന്നെ അപ്പോൾ ഇനി നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്പിളും ഉണക്കമുന്തിരിയും കൂടി തന്നെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് ഇത് രണ്ടും കൂടി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്സ് നോക്കാം. ഞാനിവിടെ ആപ്പിളും റൈസൻസും കൂടി തിക്ക് പേസ്റ്റ് ഫോമിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ടീസ്പൂണിൻ്റെ പകുതി മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ വേണമെന്നില്ല, കാരണം നമ്മുടെ റൈസൻസ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ തന്നെ ഷുഗറി കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി തന്നെ നിങ്ങളുടെ ഷേക്കിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്, നല്ല തണുപ്പുള്ള പാലാണ്. അപ്പോൾ ഇത് കൊടുത്തു. ഇനി നമ്മൾ ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ തിക്കായിട്ടുള്ള ആപ്പിൾ റൈസൻസ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് റൈസൻസിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റിയാണ്, ഈസിയാണ്. പുതിയൊരു റെസിപ്പിയായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ.